ഭാര്യയെ സമീപിക്കുമ്പോൾ നിന്റെ ഭാര്യയുമായി വർഷങ്ങളായി കല്യാണം കഴിഞ്ഞ് 1-2-3 വർഷമൊക്കെ നല്ല ഉഷാറായിരിക്കും. പിന്നെ അങ്ങോട്ട് പോകുമ്പോ നമ്മുടെ ഭാര്യ പഴയ ഭാര്യയായി. പിന്നെ റോഡിൽ കൂടെ പോകുമ്പോ ഏതെങ്കിലുമൊക്കെ ഒരു പെണ്ണിനെ കാണും. പിന്നെ ഇവൻ ഈ ഭാര്യയുമായി ഇവൻ ബന്ധപ്പെടുമ്പോൾ ഇവന് വേണ്ടത്ര ഒരു അനുഭൂതിയോ ഒരാഗ്രഹമോ ആവേശമോ ഉണ്ടാവുകയില്ല. അങ്ങനെ ആവേശം ഉണ്ടാകാതിരിക്കുമ്പോൾ ഇവൻ 4 മണിക്ക് സ്കൂളിൽ പോയപ്പോൾ പോയ പെണ്ണിനെ ഇവന്റെ മനസ്സിൽ കൊണ്ടുവരുന്നു ഇവൻ ഭാര്യയുമായി ബന്ധപ്പെടുമ്പോൾ. എങ്കിലോ യുഹ്റമു ലിർറജുലി അൻ യഅതിയ അഹ്ലഹു വജഅല ബൈന عينيه تلك المرأة التي رآها هذا نوع من أنواع الزنا. ഒരു പുരുഷനെ അപേക്ഷിച്ചിടത്തോളം ഹറാമായ കാര്യമാണ്. അതേപോലെ സ്ത്രീകളെയും അപേക്ഷിച്ചിടത്തോളം ഹറാമായ കാര്യമാണ്. തന്റെ ഭർത്താവ് തന്റെ ഭാര്യ അടുക്കലേക്ക് അവൻ പോകുമ്പോൾ, അതല്ലെങ്കിൽ തന്റെ ഭർത്താവിന്റെ അടുക്കലേക്ക് അവൾ പോകുമ്പോൾ വജഅല ബൈന ഐനൈഹി അവന്റെ 2 കണ്ണിന്റെയും ഇടയിൽ അവന്റെ മനോമുഖരത്തിൽ അവൻ കൊണ്ടുവരിക ഒരു പെണ്ണിനെ. തിൽക്കൽ മർഅത്തല്ലതി റആഹ, ആ പെണ്ണിനെ. ഏത് പെണ്ണിനെ? റആഹ, അവൻ കണ്ടല്ലോ. വഴിയിൽ വെച്ച് കണ്ട പെണ്ണ്, ഹോസ്പിറ്റലിന്റെ സൈഡിൽ വെച്ച് കണ്ട പെണ്ണ്, കോളേജ് ക്യാമ്പസിൽ വെച്ച് കണ്ട പെണ്ണ്, ബസ്സിൽ പോയപ്പോ കണ്ട പെണ്ണ്, ബസ് കയറാൻ നിന്നപ്പോ കണ്ട പെണ്ണ്. ഈ പെണ്ണിന്റെ ആ ഒരു ആകാര സൗഷ്ഠവം, ആ ഒരു രംഗം ഇവന്റെ സ്വന്തം ഭാര്യയുമായി ബന്ധപ്പെടുമ്പോൾ ഇവൻ മനോമുഖര കൊണ്ടുവന്നാൽ ഇത് വ്യഭിചാരമാണ്. വ്യഭിചാരമാണ്. നമ്മുടെ ഭാര്യയായിട്ടാ ബന്ധപ്പെടുന്നത്. പക്ഷെ ചിന്ത എവിടാ? റിമോട്ട് കൺട്രോൾ വേറെയാണ്. പോയി സംഭവം പോയി. ഇന്നൻ നളറത തുനഖ്ശു സൂറത്തൽ മൻമൂരി ഫീ ഖൽബിഹി. ഒരു പെണ്ണിനെ നമ്മൾ നോക്കിയാൽ, ഒരു സുന്ദരിയായ ഒരു പെണ്ണിനെ നമ്മൾ നോക്കിയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ആ പെണ്ണിന്റെ വടിവം, അവളുടെ ആകാര സൗഷ്ഠവം, അവളുടെ സൗന്ദര്യം തുനഖ്ശു ഫീ സൂറത്തിൽ മൻമൂരി, തുനഖ്ശു സൂറത്തുൽ മൻമൂരി ഫീ ഖൽബിഹി. നിന്റെ ഹൃദയത്തിൽ പിശാചി അത് വരച്ചിങ്ങനെ ഇടും. ഒരു ഉണ്ട കണ്ണി, ഒരു ഉരുണ്ട മുഖം, ആ ചുണ്ട്, എന്റെ അമ്മോ എന്ത് രസം. മാറൂല. 5-6 ദിവസമായാലും മനസ്സിൽ നിന്ന് മാറൂല. പിശാചിന്റെ ജോലിയാണല്ലോ. അത് വരയ്ക്കും, ഇങ്ങനെ നിന്റെ ഹൃദയത്തിൽ വരയ്ക്കും. നീ വിവാഹം കഴിച്ചവനായിരിക്കും. ആ പെണ്ണിനെ നീ സ്മരിച്ചുകൊണ്ട് ഓർത്തുകൊണ്ട് നിന്റെ ഭാര്യയുമായി നീ ശാരീരിക ബന്ധം പുലർത്തിയാൽ അത് സിനായുടെ ഭാഗമാണ്. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അവിടം വരെ സൂക്ഷിക്കാനാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ആ ഭാഗം വരെ നമ്മൾ ശ്രദ്ധിക്കാനാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. സ്ത്രീകൾ നിങ്ങളെ കൃഷിസ്ഥലവാ, ഇഷ്ടമുള്ളതുപോലെ അങ്ങോട്ട് മേഞ്ഞോ, നടക്കില്ല. അത് ഇസ്ലാം അതിന് നിയമങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇത് ഇബാദത്താണ്. ഇബാദത്തായ കാര്യം. നമസ്കരിക്കുമ്പോൾ നമ്മൾ കൈകെട്ടിട്ട് നമ്മുടെ റിയൽ എസ്റ്റേറ്റിന്റെ കാര്യവും റബ്ബർ ഷീറ്റിന്റെ കാര്യവും പലചരക്കുകളുടെ കാര്യവും ഒക്കെ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നമസ്കാരത്തിന് ഒരു കമാലിയത്ത് ഉണ്ടാകുമോ, പൂർത്തീകരണം ഉണ്ടാകുമോ? അള്ളാഹുവിന്റെ മുന്നിൽ ഇബാദത്ത് ചെയ്യുകയല്ലേ നമ്മൾ? പടച്ചവനെ ആരാധിക്കുകയല്ലേ? പടച്ചവനെ ഇബാദത്തെടുക്കുമ്പോൾ നമ്മൾ ഇതേപോലുള്ള ചിന്തകൾ നമസ്കാരത്തിൽ വന്നു കഴിഞ്ഞാൽ ആ നമസ്കാരത്തിനൊരു കബൂലിയത്തോ ഒരു കമാലിയത്തോ ഉണ്ടാവുകയില്ല. അള്ളാഹു എല്ലാം കബൂലാക്കുമാറാകട്ടെ എന്നല്ലേ നമുക്ക് പറയാൻ കഴിയുള്ളൂ. അപ്പോൾ ഇത് ശാരീരികമായുള്ള ബന്ധം ഇബാദത്താണെങ്കിൽ മറ്റുള്ള സ്ത്രീകളെ കുറിച്ചുള്ള ചിന്ത ഒഴിവാക്കണം. ഇല്ലെങ്കിൽ അത് സിനായുടെ ഭാഗമായി പോകും. അല്ലാഹു തആല ഭാര്യയെ സമീപിക്കുമ്പോൾ നിന്റെ ഭാര്യയുമായി വർഷങ്ങളായി കല്യാണം കഴിഞ്ഞ് 1-2-3 വർഷമൊക്കെ നല്ല ഉഷാറായിരിക്കും.